സ്റ്റുഡൻസ്, നമുക്ക് കണക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം നോക്കാം. ഇഫ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് എൻ അരിത്മാറ്റിക് സീക്വൻസ് ആർ ഈക്വൽ. ഒരു അരിത്മാറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എഫ്, അതിന്റെ കോമൺ ഡിഫറൻസ് ഈക്വൽ ആണ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഈക്വൽ ആണ്. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫിഫ്ത്ത് ടേം ആൻഡ് 10th ടേം. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫിഫ്ത്ത് ടേം x5 is equal to f plus 4d. എഫിനോട് 4d കൂട്ടിയാൽ അഞ്ചാമത്തെ പദം കിട്ടും. എഫും ഡിയും ഈക്വൽ ആയതുകൊണ്ട് എഫിന് പകരം ഡിക്ക് പകരം നമുക്ക് എഫ് എഴുതാം. അപ്പോൾ എഫ് പ്ലസ് 4f. ഇതിൽ അഞ്ചാമത്തെ പദം ഫിഫ്ത്ത് ടേം 5f ആണ്. ഇനി നമുക്ക് 10th ടേം എത്രയാന്ന് നോക്കാം. x10 is equal to f plus 9d. f is equal to d. Therefore f plus 9f is equal to 10f. അപ്പോൾ ഫിഫ്ത്ത് ടേമും 10th ടേമും തമ്മിലുള്ള റിലേഷൻ ഫിഫ്ത്ത് ടേമിന്റെ ഡബിൾ ആണ് 10th ടേം. ഫിഫ്ത്ത് ടേമിന്റെ ഡബിൾ ആണ് 10th ടേം. 10th ടേം ഈസ് ഡബിൾ ദ ഫിഫ്ത്ത് ടേം, ഓർ ഫിഫ്ത്ത് ടേം ഈസ് ഹാഫ് ദ 10th ടേം. അപ്പോൾ 10th ടേം ഈസ് ദ ഡബിൾ ഓഫ് ഫിഫ്ത്ത് ടേം. 10th ടേമും ഫിഫ്ത്ത് ടേമും തമ്മിലുള്ള റിലേഷൻ 10th ടേം ഈസ് ദ ഡബിൾ ഓഫ് ഫിഫ്ത്ത് ടേം. അഞ്ചാമത്തെ ടേമിന്റെ ഡബിൾ ആണ് 10ാമത്തെ ടേം. ഓക്കെ, ഒരു സീക്വൻസിന്റെ സം തന്നിട്ടുണ്ട്. സം n ടേംസിന്റെ സം 3n minus 2n square ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ആയി ചോദിച്ചത് 12 ടേംസിന്റെ സം എത്രയാണ്. S12 is equal to 3 into 12 minus 2 into 12 square is equal to 3 into 12 36 plus 12 square 144 into 2 into 144 is equal to 36 plus 144 na double 288. 144 plus 288 2 3 4 432. എ ക്വസ്റ്റ്യന്റെ ഉത്തരം 432. നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. ഇതിൽ ഫസ്റ്റ് ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സമ്മിന്റെ ജനറൽ ഫോം, pn സ്ക്വയർ പ്ലസ് qn എ ആണെങ്കിൽ ഏതാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, pn സ്ക്വയർ പ്ലസ് qn ആണെങ്കിൽ ഇതിൽ ഫസ്റ്റ് ടേം p പ്ലസ് q. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 3n മൈനസ് 2n സ്ക്വയർ ആണ്. ഇതിനെ ആദ്യം സ്ക്വയർ വരുന്ന രീതിയിൽ എഴുതിയാൽ -2n സ്ക്വയർ പ്ലസ് 3n. നമ്മൾ ആദ്യം n സ്ക്വയർ വരുന്ന രീതിയിൽ എഴുതിയെന്ന് മാത്രം. -2n സ്ക്വയർ ആദ്യം എഴുതി, പ്ലസ് 3n പിന്നെ എഴുതി. അങ്ങനെയാണെങ്കിൽ പിയും ക്യൂവും കൂട്ടിയാൽ ഫസ്റ്റ് ടേം കിട്ടും. പി എത്രയാണ് ഇവിടെ? -2 പ്ലസ് 3 -2 plus 3
-2 പ്ലസ് 3 കൂട്ടിയാൽ 1. ഇതിൽ ഫസ്റ്റ് ടേം 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് നോക്കാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഡബിൾ ദ പി. ഡി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു പി. പി ഇവിടെ -2 ആണ്. 2 ഇൻറ്റു -2 ഇസ് ഈക്വൽ ടു -1. ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ ഡിഫറൻസ് -2. കോമൺ ഡിഫറൻസ് -4 ആണ്. 184, 178, 172 ഇതിന്റെ ആൾജിബ്രായിക് ഫോം കാണണം. അതാണ് ഈ ക്വസ്റ്റ്യൻ. ആൾജിബ്രായിക് ഫോം xn is equal to dn plus f minus d. That is equal to d. 184, 178. 178 നിന്ന് 184 കുറയ്ക്കണം. 178 മൈനസ് 184. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് മൈനസ് ആയി ഇട്ടതിന് ശേഷം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 184 നിന്ന് 178 കുറയ്ക്കണം. ഇവിടെ കോമൺ ഡിഫറൻസ് -6 ആണ്. -6n പ്ലസ് ഫസ്റ്റ് ടേം 184 മൈനസ് കോമൺ ഡിഫറൻസ് -6 is equal to 6n minus 6n plus 184 minus -6. That means 184 plus 6, 190. ഇതിന്റെ ആൾജിബ്രായിക് ഫോം -6n plus 190. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൽ എത്ര പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്? 184, 178, 172 ഇങ്ങനെ പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ നെഗറ്റീവ് നമ്പർ വരും. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ നോക്കുക 6 കുറഞ്ഞു വരുന്നു. അങ്ങനെയാണെങ്കിൽ 184 നിന്നും എത്ര പ്രാവശ്യം 6 കുറയ്ക്കാം? 184/6 3. 30 ഹരണഫലവും 4 ശിഷ്ടവും എന്ന് പറഞ്ഞാൽ 30 പ്രാവശ്യം നമുക്ക് 6 കുറയ്ക്കാം. പിന്നെ ബാക്കി 4 ആണ് ഉണ്ടാവുക. അവിടുന്ന് 6 കുറച്ചാൽ മൈനസ് സംഖ്യയിലേക്ക് പോകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 184 നിന്ന് 6 രണ്ടാം പദം, മൂന്നാം പദം അങ്ങനെ കുറഞ്ഞു വരും. എത്ര പ്രാവശ്യം കുറയ്ക്കാം? 30 പ്രാവശ്യം കുറയ്ക്കാം. അതായത് 30 നമ്പേഴ്സ് പോസിറ്റീവ് ആയിരിക്കും, 31ാമത്തെ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പൊ എത്ര പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും? there are 30 positive numbers. Okay, fourth question. 25th term is equal to 140. 27th term is equal to 166. ഇവിടെ ടേം ഡിഫറൻസ് 20 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 25th ടേമും 27th ടേമും തമ്മിലുള്ള ടേം ഡിഫറൻസ് 2. 2d is equal to 166 minus 140, 26. Therefore d is equal to 26 divided by 2, 13. d is equal to 13 ആണ്. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ സീക്വൻസ് എഴുതണം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അതിന് 25th ടേം is equal to 140 എന്നത് തിരിച്ചെടുക്കുക. 25th ടേം 140 is equal to f plus 24d. എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 24d 140 plus 140 is equal to f plus 24 into 13. 24 into 13
24 into 30 140 is equal to f plus 312. Therefore, f is equal to 140 minus 312. ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ കുറയ്ക്കേണ്ടി വരുമ്പോൾ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് മൈനസ് ഇടണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 312 140 കുറച്ചാൽ 172. ഇവിടെ ഫസ്റ്റ് ടേം 172 ആണ്, കോമൺ ഡിഫറൻസ് 13 ആണ്. സീക്വൻസ് എഴുതുമ്പോൾ ഫസ്റ്റ് ടേം മൈനസ് 172, സെക്കൻഡ് ടേം കിട്ടാൻ മൈനസ് 172ന്റെ കൂടെ 13 കൂട്ടണം. ഇപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 172ൽ നിന്ന് 13 കുറയ്ക്കണം. 12ൽ 3 കുറയ്ക്കുക 9, 6ൽ 3 കുറയ്ക്കുക 5, 159 മൈനസ് 159. വീണ്ടും 13 കുറയ്ക്കുക 6, 4, 146 മൈനസ് 146 എക്സെട്ര. ഇതാണ് സീക്വൻസ്. എ ക്വസ്റ്റ്യൻ സീക്വൻസ് എഴുതുക എന്നാണ്. 172 മൈനസ് 172 മൈനസ് 159 മൈനസ് 146 എക്സെട്ര. ബി ക്വസ്റ്റ്യൻ, ഇതിൽ 25ാമത്തെ പദം എത്രയാണ്? ഇതിൽ ബി ക്വസ്റ്റ്യൻ 35th ടേം എത്രയാണ്? x 35 is equal to f plus 34d is equal to f നമുക്കറിയാം -172 plus 34d 34 into 30. ഒരു പ്ലസും ഒരു മൈനസും ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് ലെസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ ഇടണം. ഇവിടെ വലുതിന്റെ സൈൻ പ്ലസ് ആണ്. പ്ലസ് ആയതുകൊണ്ട് ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യാം. 442 ന് 172 ലെസ് ചെയ്യാം. ഇതിൽ 35th ടേം 270 ആണ്. ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 35 ടേംസ്. സം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ Sn is equal to n/2 into x1 plus xn. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് S35. S35 is equal to 35/2 into first term minus 172 plus last term 270. ഒരു പ്ലസ് ഒരു മൈനസ് വരുമ്പം ലെസ് ചെയ്യണം. 270 മൈനസ് 172 98. പ്ലസ് ആണ് വലുത്, അതുകൊണ്ട് പ്ലസ്. 35/2 into 98. 298ൽ 449. 35 plus 49. ആദ്യത്തെ 35 ടേംസിന്റെ സം 1750. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനില് സമ്മിന്റെ ആൾജിബ്ര തന്നിട്ടുണ്ട്. Sn3n² + 2n ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടേം 3 + 2 ആണ്.
ഫസ്റ്റ് ടേം 3 + 2 = 5. ഇനി കോമൺ ഡിഫറൻസ് n സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പറിന്റെ ഡബിൾ d = 3 × 2. ഫസ്റ്റ് ടേം 5 ആണ്, കോമൺ ഡിഫറൻസ് 6 ആണ്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുമ്പോൾ n സ്ക്വയറിന്റെ കൂടെയുള്ള കോൺസ്റ്റന്റ് പ്ലസ് n-ന്റെ കൂടെയുള്ള കോൺസ്റ്റന്റ്, അതാണ് p + q. കോമൺ ഡിഫറൻസ് n സ്ക്വയറിന്റെ കൂടെയുള്ള ടേമിന്റെ ഡബിൾ. ഓക്കെ, ഇനി നമുക്ക് ഈ സീക്വൻസ് എഴുതണം. തുടങ്ങേണ്ടത് എവിടെയാണ്? 5-ൽ 6 കൂടണം. അപ്പോൾ സീക്വൻസ് 5, 5ഉം 6ഉം 11, 11ഉം 6ഉം 17 എക്സെട്ര. 5, 11, 17 എക്സെട്ര. ഇതിന്റെ ഡി ക്വസ്റ്റ്യൻ, ഇതിന്റെ ആൾജിബ്ര കണ്ടുപിടിക്കണം. xn = dn + f - d. d ഇവിടെ 6 ആണ്. 6n + f ഫസ്റ്റ് ടേം 5 ആണ്, മൈനസ് കോമൺ ഡിഫറൻസ് 6 ആണ്. 6n 5-ൽ നിന്നും 6 കുറച്ചാൽ -1, 6n - 1. ഓക്കെ, ഫോർത്ത് ടേമും 10th ടേമും തമ്മിൽ ഡിഫറൻസ് 30. അതായത് പൊസിഷൻ ഡിഫറൻസ് 10 - 4 6. 6d = 30. പൊസിഷൻ ഡിഫറൻസ് 6, ടേം ഡിഫറൻസ് 30 ആണെന്ന് തന്നിട്ടുണ്ട്. 6d = 30. Therefore d = 30/6 = 5. ഇതിന്റെ കോമൺ ഡിഫറൻസ് 5 ആണ്. പിന്നെ നമ്മളോട് പറയുന്നു 25th ടേം 21th ടേം 108 ആണെങ്കിൽ ഫസ്റ്റ് ടേമും കാണണം, ആൾജിബ്രയും കാണണം. 25th ടേം 108 ആണ്. അപ്പോൾ 108 = f + 20d. 108 f നമുക്കറിയില്ല, പക്ഷേ 20d 20 × 5. 108 = f + 100. Therefore f = 108 - 100. ഫസ്റ്റ് ടേം 8 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം ആയി. ഇനി ആൾജിബ്ര കണ്ടുപിടിക്കണം. ആൾജിബ്ര എന്താ? xn = dn + f - d. ഇവിടെ d നമുക്കറിയാം 5 ആണ്. 5n + f - d ഫസ്റ്റ് ടേം 8 - d 5. 5n + 3. ഡിയർ സ്റ്റുഡൻസ്, മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ 1, 2, 3 ചോദ്യങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. 4, 5, 6 ചോദ്യങ്ങൾ രണ്ട് മീഡിയത്തിനും ഒന്ന് തന്നെയാണ്. അപ്പോൾ മലയാളം മീഡിയത്തിന്റെ, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെതാണ് ഞാൻ പറഞ്ഞത്. മലയാളം മീഡിയത്തിന്റെ 1, 2, 3 ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നമ്മളോട് പറയുന്നത് 4-ാം പദം 28 ആണ്, പൊതുവ്യത്യാസം 6 ആണ്. എന്നാൽ 1-ാം പദം എത്ര? ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. 4-ാം പദം എന്ന് പറഞ്ഞാൽ x4 f + 3d ആണ്. x4 28 ആണ്. 28 f നമുക്കറിയില്ല, 3 × 6. f + 18. 28 f + 18. അങ്ങനെയാണെങ്കിൽ f 28 - 18 10. ഇതിന്റെ 1-ാം പദം 10 ആണ്. ബി ക്വസ്റ്റ്യൻ, ഇതിന്റെ ബീജഗണിത രൂപം കാണുക. xn = dn + f - d. d ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. d = 6. 6 here. f - f 10 - d 6. 6n + 4. 6n + 4. ഇതാണ് അതിന്റെ ബീജഗണിത രൂപം. 1-ാം പദം 10 ആണ്, ബീജഗണിത രൂപം 4 ആണ്.
ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 6. ആദ്യത്തെ 6 പദങ്ങൾ കൂട്ടിയപ്പോൾ 66. ഒന്നാം പദം 6 ആണല്ലോ, 6. രണ്ടാം പദം പൊതുവ്യത്യാസം കൂട്ടി 6 പ്ലസ് ഡി. മൂന്നാം പദം 6 പ്ലസ് 2 ഡി. നാലാം പദം 6 പ്ലസ് 3 ഡി. അഞ്ചാം പദം 6 പ്ലസ് 4 ഡി. ആറാം പദം 6 പ്ലസ് 5 ഡി. ഇതൊക്കെ കൂട്ടിയാൽ 66 കിട്ടണം. നമുക്ക് കൂട്ടി നോക്കാം. 6ഉം 6ഉം 12ഉം 6ഉം 18, 6ഉം 24, 6ഉം 30, 6ഉം 36. ഡി കൂട്ടണം 2 ഡി, 3 ഡി, 3 ഡിയും 3 ഡിയും 6 ഡി, 6 ഡിയും 4 ഡിയും 10 ഡി, 10 ഡിയും 5 ഡിയും 15 ഡി. ഇത് കൂട്ടിയാൽ 66 കിട്ടണം. അപ്പോൾ 15 ഡിയുടെ വില കണ്ടുപിടിക്കാൻ 15 ഡി സമം 66 മൈനസ് 36 സമം 30. അങ്ങനെയാണെങ്കിൽ ഡി സമം 30 മൈനസ് 15 സമം 2. 15 ഡി സമം 66 മൈനസ് 36 സമം 30. അതുകൊണ്ട് ഡി സമം 30/15 സമം 2. ഡിയുടെ വില 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ പദം എക്സ് 6 സമം എഫ് പ്ലസ് 5 ഡി സമം ഒന്നാമത്തെ പദം. ഇവിടെ ബി ക്വസ്റ്റ്യൻ ആയി ചോദിച്ചത് പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, പൊതുവ്യത്യാസം 2. ഇനി ഇതിൽ 10ാം പദം എത്ര? എക്സ് 10 സമം എഫ് പ്ലസ് 9 ഡി. എഫ് നമുക്കറിയാം, ചോദ്യത്തിലുണ്ട് 6. 9 ഡിയുടെ വില 9 × 2. 6 പ്ലസ് 9 2 18. 18ഉം 6ഉം 24. ബി ക്വസ്റ്റ്യൻ ഡി എത്രയാണെന്നും 10ാം പദം എത്രയാണെന്നുമാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമുക്കൊരു ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. ഒന്നാം പദം കണ്ടുപിടിക്കാൻ n-ന് 1 എന്ന വില കൊടുക്കുക. എക്സ് 1 സമം 3 × 3 മൈനസ് 5 × 1. 3 മൈനസ് 5 മൈനസ് 2. ഇവിടെ ഒന്നാം പദം -2 ആണ്. പൊതുവ്യത്യാസം n-ന്റെ കൂടെയുള്ള സംഖ്യ. ഡി സമം n-ന്റെ കൂടെയുള്ള സംഖ്യ -5. 5 എന്ന് എഴുതരുത്, -5. അപ്പൊ ഒന്നാം പദം -2 ആണ്, പൊതുവ്യത്യാസം -5 ആണ്. ഓക്കെ, ഇനി n+1 ആം പദവും n-1 ആം പദവും. അപ്പോൾ എക്സ് n സമം 3 മൈനസ് 5 n ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് n+1 ആം പദം 3 മൈനസ് 5 × n+1 സമം 3 മൈനസ് -5 × n -5n -5 × 1 -5. 3 മൈനസ് 5 -5n. 3 മൈനസ് 5 -2. 3ൽ നിന്ന് 5 കുറയ്ക്കണം, -2 -5n. n+1 തൊട്ട് -2 -5n. ഇനി നമ്മളോട് ചോദിച്ചത് n-1 തൊട്ട് എത്രയായിരിക്കും? x n-1 is equal to 3 minus 5 into n-1 is equal to 3 minus 3 minus 5 into n minus 5n minus 5 into -1 plus 5. 3 കൂട്ടണം 5 മൈനസ് 5n. 3ഉം 5ഉം 8. 8 മൈനസ് 5n. 1ഉം 2ഉം 3ഉം ചോദ്യം മാത്രമേ ഇംഗ്ലീഷും മലയാളവും വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഒരേ ചോദ്യമാണ്. ഓക്കെ, താങ്ക് യു.